ഹായ് മക്കളെ, നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന വിശേഷണത്തിന് അർഹമായ വാസനാവികൃതി എന്നത് നമ്മുടെ ഒരു പാഠഭാഗമാണ് അല്ലേ? അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. എന്നാൽ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഒരു റിവിഷൻ സെക്ഷൻ്റെ ഭാഗമായിട്ട് ആ ക്ലാസ് പാഠഭാഗം മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല. അതിൻ്റെ സമ്മറിയും അതിൻ്റെ ചോദ്യോത്തരങ്ങളും മാത്രം സെറ്റാക്കുന്ന ഈ ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം. പാഠഭാഗത്തിൻ്റെ പേര് വാസന വികൃതി എന്നാണ്. നോക്കുക, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അല്ല, നായനാർ എന്നാണ് പേര്. വാസനാ വികൃതി എന്നാണ് നമ്മുടെ ആദ്യത്തെ ചെറുകഥയുടെ പേര്. നോക്കുക, പാഠസംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രചനയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി. സെറ്റാക്കിക്കൊള്ളുക. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രചനയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി. ഇക്കണ്ടക്കുറുപ്പ് എന്ന മോഷ്ടാവ് തൻ്റെ ജീവിത കഥ ആത്മഭാഷണ രീതിയിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ കഥ. തനിക്ക് ജീവിതത്തിനിടയിൽ നേരിട്ട അപമാനങ്ങളും അബദ്ധങ്ങളും പീഡനങ്ങളും നർമ്മം കൊണ്ട് മധുരമാക്കുകയാണ് കഥാകാരൻ. തൻ്റെ പ്രവൃത്തിക്ക് ലഭിച്ച പ്രതിഫലമാണ് അതൊക്കെയെന്ന് കഥാപാത്രം തിരിച്ചറിയുന്നുമുണ്ട്. കൊച്ചി ശീമയിൽ കാടിൻ്റെ അരികിലായിരുന്നു നമ്മുടെ ഇക്കണ്ടക്കുറുപ്പിൻ്റെ വീട്, കഥാനായകൻ്റെ വീട്. വെളുത്തും കറുത്തും കാണപ്പെടുന്ന താവഴിക്കാരിൽ കറുത്ത അമര്യാദാ താവഴിയിൽ ജന്മം കൊണ്ടും മോഷണം തൊഴിലാക്കിയ മരുമക്കത്തായ വഴിക്കും മോഷണവാസന തനിക്ക് ലഭിച്ചു എന്ന അയാളുടെ വിശദീകരണം വായനക്കാരിൽ ചിരിയുണർത്തും. അച്ഛൻ്റെ വഴിയും അമ്മൻ്റെ വഴിയും മോഷണ പാരമ്പര്യം തനിക്കുള്ളത് കൊണ്ട് താൻ ആരായി തീർന്നു? ഒരു കള്ളനായി തീർന്നു എന്നാണ് താൻ കള്ളനായതിനെക്കുറിച്ച് ആര് ന്യായീകരിക്കുന്നത്? ഇക്കണ്ടക്കുറുപ്പ് ന്യായീകരിക്കുന്നത്. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കാടിനെയും മൃഗവേട്ടയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മോഷണ രീതി, അതിൻ്റെ പേര് തെണ്ടിനായാട്ടും തെളിനായാട്ടും, കഥാസന്ദർഭത്തിൽ കൗതുകം ജനിപ്പിക്കും വിധം വിശദീകരിക്കുന്നുണ്ട്. ഭയമില്ലാതെ പഠനകാലം മുതൽ തുടങ്ങിയിരുന്ന ചില്ലറ മോഷണം വിലപിടിച്ച വസ്തുക്കളിലേക്ക് എത്തിയപ്പോൾ ഇക്കണ്ടക്കുറുപ്പിൻ്റെ സമ്പാദ്യവും വർദ്ധിച്ചു വന്നു. ഒടുവിൽ തൃശ്ശിവപ്പേരൂരിനടുത്ത് ഒരു നമ്പൂതിരി ഇല്ലത്ത് നടത്തിയ കളവാണ് വഴിത്തിരിവായത്. നമ്പൂതിരിയുടെ മകൻ തന്നെയായിരുന്നു മോഷണത്തിന് കൊട്ടേഷൻ കൊടുത്തത്. ഏത്? തൻ്റെ അച്ഛൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി മകൻ തന്നെ എന്ത് ചെയ്തു? ചില കാര്യങ്ങൾക്ക് കള്ളന് നിർദ്ദേശങ്ങൾ നൽകി. നമ്പൂതിരിക്ക് കൊടുക്കാൻ മകൻ്റെ പക്കലേൽപ്പിച്ച ഉറക്കമരുന്ന് ഇക്കണ്ടക്കുറുപ്പ് പറഞ്ഞു, ഞാൻ രാത്രി വന്ന് മോഷ്ടിക്കാം, അതിനു മുമ്പ് അച്ഛന് കുറച്ച് മയക്കുമരുന്ന് എന്ത് ചെയ്യണം, പാല് കലക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് കുറച്ച് കൊടുത്തു. എന്നാൽ മകൻ അച്ഛൻ കുറേ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി കുറേ കൂടുതൽ കൊടുത്തതിനാൽ നമ്മുടെ നമ്പൂതിരി മരിച്ചു പോകുന്നു. സംഗതി പുലിവാലായി. പോലീസ് കേസായപ്പോൾ മോഷ്ടാവ് കളവ് മുതലെല്ലാം കാമുകിയായ കല്യാണിക്കുട്ടിക്ക് നൽകി മദിരാശിയിലേക്ക് ഒളിവിൽ പോകുന്നു. അതേ കളവ് മുതലിൽ നിന്ന് കിട്ടിയിരുന്ന രത്നം പതിച്ച മോതിരം കഥാനായകൻ കാമുകിക്ക് സമ്മാനിച്ചുവെങ്കിലും പ്രേമാധിക്യത്താൽ അവൾ അത് അയാളുടെ വിരലിൽ തന്നെ ഇട്ടുകൊടുത്തിരുന്നു. ഈ മോതിരമാണ് വില്ലനാകുന്നത്. വിരലിൽ നിന്ന് ഊർന്നു വീഴുന്നതായിരുന്നു ആ മോതിരം. കഥാനായകൻ മദിരാശിയിൽ ഒളിവിൽ കഴിഞ്ഞുകൂടുന്ന കാലം. സവാരിക്കിടയിൽ ഒരു സുന്ദരിയെ കണ്ട് വാ പൊളിച്ചു നിന്ന ഒരുവൻ്റെ പോക്കറ്റടിച്ചു. അതായത് ആ മോഷ്ടിച്ച മുതൽ മുഴുവൻ തൻ്റെ കാമുകിയെ ഏൽപ്പിച്ചു. കാമുകി അതിൽ നിന്നൊരു നല്ല മോതിരെടുത്ത് മൂപ്പര കയ്യിലിട്ടെടുത്തു. ഒരു ഊരാഞ്ചാടി, അത്ര ഫിറ്റല്ലാത്ത മോതിരം. അങ്ങനെ മദിരാശിയിൽ ഇയാൾ ഒളിവിൽ താമസിക്കുന്ന സമയത്ത് ഇയാൾ പോലീസുകാരനാണെന്നറിയാതെ ഒരുത്തൻ്റെ പോക്കറ്റടിച്ചു. സവാരിക്കിടയിൽ ഒരു സുന്ദരിയെ കണ്ട് വാ പൊളിച്ചു നിന്ന് ഒരുവൻ്റെ പോക്കറ്റടിച്ചു. ഇടത് പോക്കറ്റിൽ നിന്ന് കിട്ടിയ നോട്ട് പുസ്തകവുമായി മടങ്ങി. വിരലിൽ പാകമല്ലാതിരുന്ന മോതിരം അയാളുടെ പോക്കറ്റിൽ വീണത് അയാൾ അറിഞ്ഞതേയില്ല. രാത്രി വീട്ടിലെത്തി മോതിരത്തെ പറ്റി ഓർമ്മിച്ചപ്പോഴാണ് അത് കാണാതായെന്ന് മനസ്സിലായത്. എവിടെ പോയിന്ന് ഒരു ഐഡിയ ഇല്ല, കാമുകിയാണെങ്കിൽ തൻ്റെ കയ്യിലിട്ടെന്നാണ്. അബദ്ധമാണെന്ന് ഓർക്കാതെ മോതിരം കളഞ്ഞു പോയെന്ന് കരുതി നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഏത് പോലീസുകാരൻ്റെ പോക്കറ്റാണോ അടിച്ചത് അതേ പോലീസ് സ്റ്റേഷനിൽ. മുറിയിലെത്തി വിശ്രമിക്കുകയായിരുന്ന ഇക്കണ്ടക്കുറുപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇങ്ങനെ പോലീസുകാരൻ്റെ പോക്കറ്റിലായ മോതിരമാണ് തൻ്റെ അറസ്റ്റിന് കാരണമായതെന്ന് അയാൾക്ക് വൈകിയേ മനസ്സിലായുള്ളൂ. 6 മാസം തടവും 12 അടിയുമാണ് ശിക്ഷയായി അയാൾക്ക് ലഭിച്ചത്. തൻ്റെ ബുദ്ധിയില്ലായ്മയാണ് മോഷണങ്ങൾ തെളിയാൻ കാരണമായത് എന്ന തിരിച്ചറിവ്
ആ തൊഴിൽ ഉപേക്ഷിച്ച് പാപമോചനത്തിനായി തീർത്ഥാടനം നടത്താൻ തീരുമാനിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്കുള്ള, അമര്യാദയിൽ നിന്ന് മര്യാദയിലേക്കുള്ള, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മാറ്റം ഏതു വായനക്കാരൻ്റെ മനസ്സിനെയും ആകർഷിക്കും. കുറച്ച് കോമഡി എന്ത് ചെയ്തിട്ടുണ്ട്, മേമ്പൊടിയായി ചേർത്തിട്ടുണ്ട്. സെറ്റ്. നോക്കുക, ഞാൻ ഈ തൊഴിലിൽ ഇരുന്നാൽ നാലാമച്ഛന് അപമാനമേ ഉള്ളൂ. കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഈ തൊഴിലിൽ ഇരുന്നാൽ നാലാമച്ഛന് അപമാനമേ ഉള്ളൂ. ഏത് വാസനാവികൃതിയിലെ കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? വാസനാവികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പ് ഈ ആത്മഭാഷണം നടത്തുന്നത് മോഷണം തൊഴിലാക്കിയതിന് ലഭിച്ച ശിക്ഷയ്ക്ക് ശേഷമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും താവഴി പാരമ്പര്യമനുസരിച്ച് നല്ല മോഷണ പാരമ്പര്യമുള്ളവനാണ് ഇക്കണ്ടക്കുറുപ്പ്. സംഘം ചേർന്നുള്ള ദീവട്ടിക്കൊള്ളയേക്കാൾ മോഷ്ടിച്ച മുതൽ പങ്കുവെക്കാതെ സ്വന്തമാക്കുന്നുള്ള ഒറ്റക്കുള്ള മോഷണത്തിലായിരുന്നു ഇക്കണ്ടക്കുറുപ്പിന് താല്പര്യം. ഇങ്ങനെ പുതിയ രീതി പിന്തുടർന്ന ഇക്കണ്ടക്കുറുപ്പ് തൊണ്ടി മുതൽ കാമുകി കല്യാണിക്കുട്ടിക്ക് സമ്മാനമായി നൽകി. അതിൽ നിന്ന് അവൾ വിരലിലണിയിച്ച ഊരാഞ്ചാടി മോതിരം മറ്റൊരു മോഷണ ശ്രമത്തിനിടെ നഷ്ടമായത് പോലീസിൽ പരാതി കൊടുക്കാൻ തോന്നിയ വിഡ്ഢിത്തം സ്വന്തം കുഴിയിൽ ചാടുന്നതിന് വഴിയൊരുക്കുന്നു. മഹിതമായ മോഷണ പാരമ്പര്യം ഉണ്ടായിട്ടും വിഡ്ഢിത്തം കാണിച്ച് പിടിക്കപ്പെട്ട താൻ ഇനിമേൽ ആ പാരമ്പര്യ മഹിമയ്ക്ക് അർഹനല്ല എന്ന് നായകൻ സ്വയം വിലയിരുത്തുന്നു. തൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ചുള്ള നായകൻ്റെ ആത്മനിന്ദയാണ് ഈ പ്രതികരണം. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കുക. ദ്വേധാനാരായണീയം എന്ന ശൈലി കഥാസന്ദർഭത്തിന് ഇണങ്ങും വിധം വാസനാവികൃതി എന്ന കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുക. ദ്വേധാനാരായണീയം വായനക്കാരെ രസിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടെഴുതിയ ആദ്യകാല കഥകളിൽ മിക്കതിലും പതിവ് രീതിയായിരുന്നു പഴഞ്ചൊല്ലുകളുടെയും ശൈലികളുടെയും ഉപയോഗം. പണ്ടത്തെ ചെറുകഥകളിലൊക്കെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശൈലികളും പഴഞ്ചൊല്ലുകളും കൊണ്ടുവരാറുണ്ട്. വാസനാവികൃതി എന്ന കഥയിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വളരെ ഔചിത്യപൂർവ്വം സരസതയോടെ ദ്വേധാനാരായണീയം എന്ന ശൈലി ഉപയോഗിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവായ നാരായണനെക്കുറിച്ച് മേൽപ്പത്തൂർ നാരായണൻ എഴുതിയ കൃതി എന്ന അർത്ഥത്തിൽ ദ്വേധാനാരായണീയം എന്ന് പറയാറുണ്ട്. കഥയിലെ നായകൻ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇക്കണ്ടക്കുറുപ്പിൻ്റെയും അമ്മയുടെ പാരമ്പര്യത്തിൽ കുപ്രസിദ്ധ കള്ളനായ ഇട്ടി നാരായണൻ നമ്പൂതിരിയുടെയും മോഷണവാസന ജന്മനാ കിട്ടിയവനാണ്. മക്കത്തായ വഴിയിലും മരുമക്കത്തായ വഴിയിലും കള്ളനായവൻ എന്നുള്ളതുകൊണ്ടാണ് ദ്വേധാ കള്ളനായവൻ. മഹത്തായ ഒരു കൃതിയെക്കുറിച്ചുള്ള വാമൊഴിയെടുത്ത് ഒരു ദുശ്ശീലത്തെ ന്യായീകരിക്കുന്നതിലൂടെ സൃഷ്ടിക്കുന്ന ഐറണിയും ആക്ഷേപഹാസ്യവും കഥാസന്ദർഭത്തിന് ഏറെ ആസ്വാദ്യത നൽകുന്നുണ്ട്. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാസനാവികൃതിയിലെ നായകനായ ഇക്കണ്ടക്കുറുപ്പിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. നോക്കുക. രാജശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നായകൻ തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് പറയുന്ന മട്ടിലാണ് വാസനാവികൃതി അവതരിപ്പിച്ചിരിക്കുന്നത്. രാജശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നായകൻ തൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്ന രൂപത്തിലാണ് കഥ എഴുതിയിരിക്കുന്നത്. മാനസാന്തരം വന്ന കള്ളൻ പാപമോചനത്തിനായി കാശിക്ക് പോവുകയാണെന്ന് ഹാസ്യരൂപത്തിൽ പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്നാൽ ആദ്യകാല കഥകളിൽ മിക്കതിലും കാണുന്നത് പോലെ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറയുന്ന കേവലാഖ്യാനമല്ല വാസനാവികൃതി. സ്വയം കഥാപാത്രമായി നിന്നുകൊണ്ട് കഥ പറയുന്നതിൻ്റെ കൈയടക്കം ഇക്കണ്ടക്കുറുപ്പ് എന്ന കഥാപാത്രത്തിന് പൂർണ്ണത നൽകുന്നു. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും നർമ്മമൂറുന്ന വിവരണവുമാണ് ഈ കഥയെ വ്യത്യസ്തമാക്കുന്നത്. മോഷണകലയിലെ തൻ്റെ പാരമ്പര്യ മഹിമയെക്കുറിച്ച് ദ്വേധാനാരായണീയം എന്ന ശൈലി ഉപയോഗിച്ച് സറ്റൈറിക്കലായാണ് ഇക്കണ്ടക്കുറുപ്പ് വിശദീകരിക്കുന്നത്. 5-8 സർഗം കാവ്യം ഭംഗിയായി പഠിച്ച മിടുക്കനായിട്ടും ചെറുപ്പത്തിലെ കോണം കെട്ടും പ്രഹരം വാങ്ങിയും തൻ്റെ വാസനാബലത്തിൽ പെട്ടുപോയവനാണ് അയാൾ. സ്വന്തം ജീവിതത്തെ, തെറ്റുകളെ, വിഡ്ഢിത്തത്തെ നർമ്മം കലർത്തി നോക്കിക്കാണാനുള്ള കഴിവാണ് കള്ളനായിട്ടും ആ കഥാപാത്രത്തിനോട് വായനക്കാരന് കുറച്ച് അനുകമ്പ തോന്നാൻ കാരണം. കൊലപാതകത്തെ പോലും ഹാസ്യാത്മകമായി ആഖ്യാനം ചെയ്യുന്നതിലൂടെ അയാൾ ആ തെറ്റുകൾക്ക് ലാഘവത്വം വരുത്തുന്നു. അയാളുടെ സ്വയം കളിയാക്കലിൽ ആത്മനിന്ദയോടൊപ്പം സ്വയം നവീകരിക്കലുമുണ്ട്. അങ്ങനെ മനഃശാസ്ത്രപരമായി ജന്മവാസനകളായ
കള്ളത്തരത്തെയും ആ ജീവിതത്തെയും കുറ്റവാസനയെയും മോഷണവാസനയെയും എല്ലാം അതിജീവിച്ച് ആധ്യാത്മിക ചിന്തയിലൂടെ ഉയരുന്ന കഥാപാത്രമായിട്ടും ജീവിതത്തെ ഉടനീളം ഹാസ്യാത്മകമായി ലാഘവത്വത്തോടെ സമീപിക്കുന്ന ഒരു രസികനായും ഇക്കണ്ടക്കുറുപ്പിനെ നമുക്ക് വിലയിരുത്താം. സെറ്റല്ലേ? അപ്പോൾ പാഠഭാഗം വായിച്ച് സമ്മറി സെറ്റാക്കി ചോദ്യോത്തരങ്ങൾ റെഡിയാക്കിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു.